ടെക് പി എസ് സിയുടെ വീഡിയോ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടോമൊബൈൽ പാർട്ടിലെ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സെക്ഷനിലെ ചില പ്രീവിയസ് ഇയർ MCQs ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇനി വരാനിരിക്കുന്ന AMVI അതുപോലെ ഓപ്പറേറ്റർ പരീക്ഷകൾക്ക് യൂസ്ഫുൾ ആണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ ആൻറ്റി ഫ്രീസ് സൊല്യൂഷൻ ആഡഡ് ആൻഡ് മിക്സ്ഡ് വിത്ത് കൂളിംഗ് വാട്ടർ ഫോർ ബെറ്റർ പെർഫോമൻസ്? അപ്പോൾ കൂളിംഗ് വാട്ടർ അല്ലെങ്കിൽ കൂളന്റുമായിട്ട് മിക്സ് ചെയ്യുന്ന ആൻറ്റി ഫ്രീസ് സൊല്യൂഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻറ്റി ഫ്രീസ് സൊല്യൂഷന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഫ്രീസ് പോയിന്റ് കുറയ്ക്കുകയും അതുപോലെ ബോയിലിംഗ് പോയിന്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതുവഴി ലോവർ ടെമ്പറേച്ചേഴ്സിൽ കൂളന്റ് കട്ട പിടിക്കാനുള്ള ചാൻസ് ഒഴിവാക്കുകയും ഹയർ ടെമ്പറേച്ചേഴ്സിൽ കൂളന്റ് വേപ്പറൈസ് ചെയ്യാനുള്ള ചാൻസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ജനറലി യൂസ് ചെയ്യുന്ന ആൻറ്റി ഫ്രീസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എത്തിലീൻ ഗ്ലൈക്കോൾ ആണ്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ, എത്തിലീൻ ഗ്ലൈക്കോൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കൂളന്റ് ത്രൂ ദി റേഡിയേറ്റർ ഓഫ് എ തെർമോസൈഫൺ സിസ്റ്റം ഈസ് ഫ്രം, ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ടോപ്പ് ടു ബോട്ടം, ബോട്ടം ടു ടോപ്പ്, ഫ്രണ്ട് ടു ബാക്ക്, ബാക്ക് ടു ദി ഫ്രണ്ട്. അപ്പോൾ തെർമോസൈഫൺ കൂളിംഗ് സിസ്റ്റം നോക്കാം. അതിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം ഇതാണ്. അപ്പോൾ ഇവിടെ ഫ്ലോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ കാണാം, ഇതാണ് എഞ്ചിൻ. എഞ്ചിനിൽ നിന്ന് വരുന്ന ഹോട്ട് കൂളന്റ് ഈ തെർമോസൈഫൺ സിസ്റ്റത്തിന്റെ മുകളിലത്തെ ടാങ്ക്, അതായത് ടോപ്പ് ടാങ്കിൽ വന്ന് കളക്ട് ചെയ്യും. അവിടെ നിന്ന് താഴോട്ട് ആണ് ഫ്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ടോപ്പ് ടാങ്കിൽ നിന്നും ഈ കൂളന്റ്, ചൂടായിട്ടുള്ള കൂളന്റ് താഴെ എത്തുമ്പോഴത്തേക്ക് എന്താണ്, കൂൾഡ് കൂളന്റായി മാറുന്നു. സോ ദ ഫ്ലോ ഈസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ, ടോപ്പ് ടു ബോട്ടം. അടുത്ത ക്വസ്റ്റ്യൻ, ഫിൻസ് ആർ യൂസ്ഡ് ഇൻ എയർ കൂൾഡ് IC എഞ്ചിൻസ് ടു ഇൻക്രീസ് ദി കൂളിംഗ് ഏരിയ, ടു റെഡ്യൂസ് വെയിറ്റ്, ടു ഗെറ്റ് അട്രാക്റ്റീവ് ഷേപ്പ് ടു ദ എഞ്ചിൻ, ടു കീപ് എഞ്ചിൻ ഡ്രൈ. അപ്പം അതിൽ ഏത് ഓപ്ഷനാണ് നോക്കാം. ഫിൻസ് ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യുന്നത് സർഫസ് ഏരിയ കൂട്ടാനാണ്. സർഫസ് ഏരിയ കൂട്ടുമ്പോഴത്തേക്ക് എയറുമായിട്ടുള്ള കോണ്ടാക്റ്റിനുള്ള ഏരിയ കൂടുന്നു, അതുവഴി ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടുന്നു, അങ്ങനെ പെട്ടെന്ന് എഞ്ചിൻ തണുക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ ഇതാണ് എഞ്ചിൻ. എഞ്ചിനിൽ നിന്നും പ്രൊട്രൂഡ് ചെയ്ത് എന്താണ് ഫിൻസ് വെച്ചിട്ടുണ്ട്. സോ അവിടെ സർഫസ് ഏരിയ കൂടുകയാണ്, കൂടുതൽ ഏരിയയിലേക്ക് എയറുമായിട്ടുള്ള കോണ്ടാക്ട് സംഭവിക്കുന്നു. ബൈക്സിലൊക്കെ എഞ്ചിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൽ യൂസ് ചെയ്യുന്നത് ഫിൻസ് ആണ്. ഓക്കെ, സോ അതിന്റെ ഓപ്ഷൻ എ ആണ്, ടു ഇൻക്രീസ് ദി കൂളിംഗ് ഏരിയ. ടു റെഡ്യൂസ് വെയിറ്റ് അല്ല, ടു ഗെറ്റ് അട്രാക്റ്റീവ് ഷേപ്പ് അല്ല, ടു കീപ് എഞ്ചിൻ ഡ്രൈവ് അല്ല. ഓക്കെ, സർഫസ് ഏരിയ കൂട്ടുന്നു, അതുവഴി ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടുന്നു, പെട്ടെന്ന് എഞ്ചിൻ തണുക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദി തെർമോസ്റ്റാറ്റിക് വാൽവ് ഇൻ ദ കൂളിംഗ് സിസ്റ്റം ഷുഡ് മെയിൻറ്റെയിൻ ദി എഞ്ചിൻ ഇൻ മാക്സിമം എഫിഷ്യൻറ്റ് ടെമ്പറേച്ചർ, ടു കൂൾ ദി എഞ്ചിൻ, ടു കൺട്രോൾ ദി എഞ്ചിൻ സ്പീഡ്, ടു ബൈപാസ് ദി കൂളിംഗ് വാട്ടർ. ഇതിൽ ഏത് ഓപ്ഷൻ ആണെന്ന് നോക്കാം. തെർമോസ്റ്റാറ്റിക് വാൽവിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എഞ്ചിനെ അതിന്റെ ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇതാണ്, ഇവിടെ കാണുന്നതാണ് ഒരു തെർമോസ്റ്റാറ്റിക് വാൽവ്. ഇവിടെ എഞ്ചിൻ ഉണ്ട്, ഇവിടെ റേഡിയേറ്റർ ഉണ്ട്. എഞ്ചിൻ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മുകളിലാവുമ്പോൾ കൂളന്റിനെ തണുപ്പിക്കാനാണ് നമ്മൾ റേഡിയേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ റേഡിയേറ്ററിലോട്ടുള്ള പാസേജിന്റെ ഇടയ്ക്കാണ് തെർമോസ്റ്റാറ്റിക് വാൽവ് യൂസ് ചെയ്യുന്നത്. ഒരു നിശ്ചിത ടെമ്പറേച്ചറിന് മുകളിൽ പോവുകയാണെങ്കിൽ തെർമോസ്റ്റാറ്റിക് വാൽവ് ഓപ്പൺ ആവുകയും റേഡിയേറ്ററിലോട്ട് കൂളന്റ് പോവുകയും ചെയ്യുന്നു. അങ്ങനെ കൂളന്റ് റേഡിയേറ്ററിൽ നിന്ന് തണുപ്പിച്ച് നമ്മൾ തിരിച്ച് എഞ്ചിനിലോട്ട് വിടുന്നു. സോ അവിടുത്തെ ഓപ്ഷൻ എന്താണ്? തെർമോസ്റ്റാറ്റിക് വാൽവിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഞ്ചിൻ ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ വാൽവ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും. ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ വാൽവ് ക്ലോസ്ഡ് ആയിരിക്കും. ടെമ്പറേച്ചർ റീച്ച് ആവുന്നവരെ വാൽവ് ക്ലോസ്ഡ് പൊസിഷൻ തന്നെ ആയിരിക്കും. സോ ഓപ്ഷൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ്, മെയിൻറ്റെയിൻ ദി എഞ്ചിൻ ഇൻ ദി മാക്സിമം എഫിഷ്യൻറ്റ് ടെമ്പറേച്ചർ. ഇത് കൂൾ ചെയ്യാനല്ല യൂസ് ചെയ്യുന്നത്, എഞ്ചിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, കൂളിംഗ് വാട്ടർ ബൈപ്പാസ് ചെയ്യാനും അല്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ വാട്ടർ ആൻഡ് എയർ ഇൻ എ റേഡിയേറ്റർ ടേക്സ് പ്ലേസ് ബൈ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഓപ്ഷൻ എ, ബി ആൻഡ് സി. റേഡിയേറ്ററിൽ ഹീറ്റ് എക്സ്ചേഞ്ച് 3 രീതിയിൽ നടക്കും. കണ്ടക്ഷൻ വഴി നടക്കും, കൺവെക്ഷൻ വഴി നടക്കും, റേഡിയേഷൻ വഴി നടക്കും. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിച്ച് ഇസ് എ, ബി ആൻഡ് സി. സിക്സ്, ദി ബെല്ലോ ടൈപ്പ് വാൽവ്, ദി ബെല്ലോസ് ആർ ഫിൽഡ് വിത്ത് ലിക്വിഡ് സച്ച് ആസ്. ബെല്ലോ ടൈപ്പ് വാൽവ്സ് യൂസ് ചെയ്യുന്നത് ഒരു തെർമോസ്റ്റാറ്റിക് വാൽവ് ആയിട്ടാണ്. നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻ തന്നെയാണ്, എഞ്ചിനും റേഡിയേറ്ററും ആയിട്ട് കണക്ട് ചെയ്യുന്ന വാൽവാണ്. അപ്പോൾ അവിടെ ബെല്ലോസ് ഫില്ല് ചെയ്തിരിക്കുന്ന വോളറ്റൈൽ ലിക്വിഡ്സ് യൂസ് ചെയ്തിട്ടാണ്. ബെല്ലോ ടൈപ്പിന്റെ ഫംഗ്ഷൻ നോക്കാം. എഞ്ചിനും റേഡിയേറ്ററും ആയിട്ട് കണക്ട് ചെയ്യുന്ന വാൽവാണ് ബെല്ലോ ടൈപ്പ് വാൽവ്.
അപ്പൊ ഇവിടെ ഇതാണ് ബെല്ലോ. ഇതിനകത്ത് വോളറ്റൈൽ ലിക്വിഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വോളറ്റൈൽ ലിക്വിഡ്സ് ആകുമ്പോൾ എന്താണ്, ഇവിടെ ടെമ്പറേച്ചർ, ഈ കൂളന്റ് ടെമ്പറേച്ചർ ഒരു അളവിൽ കൂടുമ്പോഴത്തേക്ക് ഈ വോളറ്റൈൽ ലിക്വിഡ് വേപ്പറൈസ് ചെയ്യും. വേപ്പറൈസ് ചെയ്യുമ്പോൾ ഈ ബെല്ലോ എക്സ്പാൻഡ് ചെയ്യുകയും അങ്ങനെ വാൽവ് ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. സോ ഈ വോളറ്റൈൽ ലിക്വിഡ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഓപ്ഷൻസ് കൊടുത്തതിൽ ഓപ്ഷൻ ഡി ആൽക്കഹോൾ ഓർ അസറ്റോൺ ആണ് വോളറ്റൈൽ ലിക്വിഡ്സ്. ഈ ആൻസേഴ്സിൽ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, ആൽക്കഹോൾ ഓർ അസറ്റോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈൽ റിവേഴ്സ് ഫ്ലഷിംഗ് എ റേഡിയേറ്റർ ദ ഫ്ലഷിംഗ് ഗൺ ഈസ് കണക്റ്റഡ് ടു ദി. റേഡിയേറ്റർ ഫ്ലഷ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയേറ്ററിനകത്ത് കരടോ സ്റ്റെയിൻസോ വരുമ്പോൾ റേഡിയേറ്റർ ഫ്ലഷ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ആ ഫ്ലഷ് ചെയ്യുന്നത് ഫ്ലഷിംഗ് ഗൺ യൂസ് ചെയ്തിട്ടാണ്. വാട്ടർ ആയിരിക്കും മിക്കവാറും ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ആ ഫ്ലഷിംഗ് ഗണ്ണ് എവിടെയാണ് കണക്ട് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പർ ടാങ്ക്, ബി ലോവർ ടാങ്ക്, വാട്ടർ പമ്പ് ഇൻലെറ്റ്, തെർമോസ്റ്റാറ്റ്, ഹൗസിംഗ്. ലോവർ ടാങ്കിലാണ് എപ്പോഴും നമ്മൾ ഫ്ലഷിംഗ് ഗണ്ണ് കണക്ട് ചെയ്യുന്നത്. അതിന്റെ ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴെ ഈ ലോവർ ടാങ്കിൽ, റേഡിയേറ്ററിന്റെ ലോവർ ടാങ്കിൽ ഫ്ലഷിംഗ് ഗൺ കണക്ട് ചെയ്യും. മുകളിൽ കൂടെ ആ വെള്ളം ഫോഴ്സിൽ വന്ന് അതിനകത്തുള്ള സ്റ്റെയിൻസും ഇമ്പ്യൂരിറ്റീസും എല്ലാം റിമൂവ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, ലോവർ ടാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ട്യൂബുലാർ ടൈപ്പ് റേഡിയേറ്റർ കോഴ്സ് എയർ ഫ്ലോസ് ത്രൂ ദ ട്യൂബ് ആൻഡ് കൂളൻ പാസസ് അറൌണ്ട്. കൂളൻ പാസസ് ത്രൂ ദ ട്യൂബ് ആൻഡ് എയർ പാസസ് അറൌണ്ട്. എയർ ആൻഡ് കൂളൻ പാസസ് ത്രൂ ദ ട്യൂബ്. എയർ ആൻഡ് കൂളൻ പാസസ് അറൌണ്ട് ട്യൂബ്സ്. ട്യൂബുലാർ ടൈപ്പ് റേഡിയേറ്റർ കോഴ്സിൽ എയർ ആൻഡ് കൂളന്റ് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു സ്കീമാറ്റിക് ഡയഗ്രം നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ റേഡിയേറ്റർ, ട്യൂബുലാർ ടൈപ്പ് റേഡിയേറ്റർ. ഇതിനകത്ത് ഈ ട്യൂബ്സിലൂടെ കൂളന്റ് പോവുകയും എയർ അതിന് ചുറ്റുമുള്ള റീജിയനിലൂടെയാണ് എയർ പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. എയർ ഫ്ലോസ് ത്രൂ ദ ട്യൂബ് ആൻഡ് കൂളൻ പാസസ് അറൌണ്ട് അല്ല, കൂളൻ പാസസ് ത്രൂ ദ ട്യൂബ്. അതെ, കൂളൻ പാസസ് ത്രൂ ദ ട്യൂബ് ആൻഡ് എയർ പാസസ് അറൌണ്ട്. സോ ഓപ്ഷൻ ബി ആണ്. സി ആണോ നോക്കാം. എയർ ആൻഡ് കൂളൻ പാസസ് ത്രൂ ദ ട്യൂബ്സ് അല്ല. ഡി എയർ ആൻഡ് കൂളൻ പാസസ് അറൌണ്ട് ദ ട്യൂബ്, അതും അല്ല. 9th question. Which of the following is not an effect of providing cooling fins around engine cylinder? എൻജിൻ സിലിണ്ടറിന് ചുറ്റും ഫിൻസ് കൊടുക്കുന്നതുകൊണ്ട് ഈ താഴെ പറഞ്ഞതിൽ സംഭവിക്കാത്ത കാര്യം എന്താണ്? ഇൻക്രീസ് ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ, ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ കൂട്ടും. സോ അത് സംഭവിക്കുന്ന കാര്യമാണ്. ഡിക്രീസ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്, ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്, അല്ല. സോ ബി ആണ് ഇവിടുത്തെ ആൻസർ. സി ആണോ നോക്കാം. ഇൻക്രീസ് കൂളിംഗ് എഫിഷ്യൻസി, കൂളിംഗ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും, നൺ ഓഫ് ദി അബോവ് അല്ല. ഡിക്രീസ് ദി ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ആണ് റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ ബി. 10th question. If the engine coolant leaks into the engine oil, then engine oil becomes turns black, turns grey in color, appears milky, brown in color. എൻജിൻ ഓയിലും കൂളന്റും തമ്മിൽ മിക്സ് ആയി കഴിഞ്ഞാൽ എൻജിൻ ഓയിൽ ഒരു മിൽക്കി കളറാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, മിൽക്കി കളറാണ് വരുന്നത്. സോ ഓപ്ഷൻ ഈസ് സി, അപ്പിയേഴ്സ് മിൽക്കി. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഇടാം. Thank you for watching from Tech PSC.